ഓക്കെ, സുധാകരൻ എന്താണ് ഇത്തരത്തിലുള്ള ഒരു ആദ്യം പ്രകോപിതനായിരുന്ന സുധാകരന്റെ മനം മാറ്റത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു നിർണായകമായ ഫോൺ വിളിയായിരുന്നു. അദ്ദേഹം ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങി ലിഫ്റ്റിലേക്ക് കയറി ഇറങ്ങിയപ്പോൾ സമയത്തായിരുന്നു പ്രധാനപ്പെട്ട കോൾ വന്നത്. അത് മറ്റാരുടെയും ആയിരുന്നില്ല, പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ ആയിരുന്നു. കാര്യം മല്ലികാർജുന ഖാർഗെ ഒരു കാരണവശാലും ഇദ്ദേഹം പാർട്ടി വിട്ടു പോകുമെന്നോ സ്ഥാനാർത്ഥിയാകുമെന്നോ ആ തരത്തിലുള്ള ഒരു വിചാരവും ഉണ്ടായിരുന്നില്ല. പക്ഷേ സുധാകരൻ വലിയ തരത്തിലുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. സുധാകരൻ വലിയ തരത്തിൽ പൊട്ടിത്തെറിച്ചാണ് നിൽക്കുന്നത്. സുധാകരൻ വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷാ ഭംഗം സംഭവിച്ച ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി കർണാടകയിൽ നിന്നും മല്ലികാർജുന ഖാർഗെ വിളിക്കുകയായിരുന്നു, അദ്ദേഹം ആശ്വസിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് സുധാകരൻ 7:25 മാധ്യമങ്ങളെ കാണുന്നു, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം ലിഫ്റ്റ് ഇറങ്ങി ഒരു 10 മിനിറ്റായിട്ട് പോലും ഇങ്ങോട്ട് എത്തിയിരുന്നില്ല. കാരണം നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാവുന്നതാണ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ്. അവിടെ നിന്ന് താഴേക്കിറങ്ങി ആ കാറ് കിടക്കുന്നൊരു ഭാഗത്തുനിന്ന് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ലിഫ്റ്റ് ഉള്ളത്. ആ ലിഫ്റ്റിൽ നിന്നും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്രയും നേരം വൈകുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട സംശയം. ആ സംശയത്തിന് കൂടി ഇപ്പോൾ ആ സംശയം തീർന്നിരിക്കുകയാണ്. കാര്യം ആ സമയത്ത് ഒരു നിർണായകമായിട്ടുള്ള ഫോൺ വിളി തന്നെയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മല്ലികാർജുന ഖാർഗെ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്, സുധാകരനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സുധാകരന് മനസ്സിന് വേദന ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ പരിഹാരം എങ്ങനെയാണ്, അത് നിയമസഭാ സീറ്റാണോ എന്നുള്ളൊരു കാര്യം ഇനി പട്ടിക വന്നാൽ മാത്രമായിരിക്കും നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും സുധാകരൻ്റെ വിഷമം മല്ലികാർജുന ഖാർഗെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്, കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഒരു സുധാകരന് ഒരു കൃത്യമായി അദ്ദേഹത്തിൻ്റെ വിഷമം പങ്കുവെക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നില്ല, ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നില്ല, രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല, മല്ലികാർജുന ഖാർഗെയോട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ നിർണായക ഒരു ഫോൺ കോളിലൂടെ കാര്യങ്ങൾ കീഴ്മേൽ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ്സുകാരനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്നും കോൺഗ്രസ്സുകാരനായി തന്നെ ഇരിക്കും, താനൊരു നിസ്സാരനായ ഒരു കോൺഗ്രസ്സുകാരനാണ്, പാർട്ടിയെ വെല്ലുവിളിക്കാനായിട്ട് താൻ വളർന്നിട്ടില്ല. മാത്രമല്ല, താൻ ഇനി മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാരണവശാലും സ്വതന്ത്രനായി മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതേയില്ല. പക്ഷേ പാർട്ടി സീറ്റ് തന്നാൽ താൻ മത്സരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി പാർട്ടി സീറ്റ് തന്നില്ലെങ്കിൽ താനൊരു പാർട്ടിക്ക് വിധേയനായ ഒരു അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനായി താൻ തുടരും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കെ സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്.